ഐ ഹാവൻ ഫിനിഷ്ഡ് മൈ കോഫി യെറ്റ്. ഐ ഹാവൻ ഫിനിഷ്ഡ് മൈ കോഫി യെറ്റ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് പോസിറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ഞാൻ കുടിച്ച് കഴിഞ്ഞു. ബേസിക് നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ബേസിക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾ കുടിച്ച് കഴിഞ്ഞോ? ബേസിക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൂടാതെ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 7 ഡിഫറെൻറ്റ് സന്ദർഭങ്ങളും എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിൽ ബേസിക് സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്ച്വൽ ടെൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് എവിടെ നോക്കുക. പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. പ്രസന്റിനെ വീണ്ടും 4 തരംതിരിക്കാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്രസന്റ് പെർഫെക്റ്റിൽ 4 ഡിഫറെൻറ്റ് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്. പോസിറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ, നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചർ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചർ. ഐ ഹാവ് വർക്ക്ഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ആണ്. സബ്ജക്റ്റ് ഐ, ഓക്സിലറി വെർബ് ഹാവ്, വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ ഈ സബ്ജക്റ്റ് എടുത്ത് നോക്കിയാൽ ഐ ആണല്ലോ. ഈ ഐൻ്റെ പകരം വേറെ ഏതെല്ലാം സബ്ജക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ഇതെല്ലാം ഈ സബ്ജക്റ്റിന് പകരം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഓക്സിലറി വെർബിലുള്ള മാറ്റാണ് ആദ്യം നോക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഈ വെർബിന്റെ 3 ഫോമിൽ അവസാനത്തെ ഫോമാണ് പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഈ ഡിഫറെന്റ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഈ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഹാവും ഹാസും എങ്ങനെ മാറും എന്നുള്ളതാണ് അടുത്ത നോക്കാൻ പോകുന്നത്. ഐ, യു, ദേ, വി വരുമ്പോൾ ഹാവ് വരും. ഐ ഹാവ് വർക്ക്ഡ്, യു ഹാവ് വർക്ക്ഡ്, വി ഹാവ് വർക്ക്ഡ്. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഹാസ് വരും. ഹി ഹാസ് വർക്ക്ഡ്, ഷീ ഹാസ് വർക്ക്ഡ്, ഇറ്റ് ഹാസ് വർക്ക്ഡ്. ഐ ഹാവ് വർക്ക്ഡിലെ ഹാവിൻ്റെയും വെർബിൻ്റെ തേർഡ് ഫോം ആയിട്ടുള്ള വർക്കിൻ്റെയും ഇടയിൽ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ ഇത് നെഗറ്റീവായിട്ട് മാറും. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഐ ഹാവ് നോട്ട് വർക്ക്ഡ്. ഇത് ഷോർട്ട് ഫോം ആക്കിയാൽ ഐ ഹാവൻറ്റ് വർക്ക്ഡ്. അപ്പോൾ ബാക്കി എല്ലാ പ്രൊനൗൺസ് ഇട്ട് നോക്കുമ്പോഴുള്ള ഡിഫറെൻറ്റ് വ്യത്യാസങ്ങൾ വല്ലാതെ ചേഞ്ച് ഒന്നുമില്ല. എല്ലാത്തിലും ഓക്സിലറി വെർബിൻ്റെയും ഈ വെർബിൻ്റെ തേർഡ് ഫോമിൻ്റെ ഇടയിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചറാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? യു ഹാവ് വർക്ക്ഡിലെ ഓക്സിലറി വെർബായിട്ടുള്ള ഹാവ് യുവിൻ്റെ പിറകിലോട്ട് കൊണ്ടുപോയി വെച്ചാൽ ഇതൊരു ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചറായിട്ട് മാറും. ഹാവ് യു വർക്ക്ഡ്, ഹാവ് യു വർക്ക്ഡ്, ഹാവ് ദേ വർക്ക്ഡ്, ഹാവ് ഐ വർക്ക്ഡ്, ഹാവ് വി വർക്ക്ഡ്. ഇനി ഹി, ഷീ, ഇറ്റിൻ്റെ കേസിൽ ഹാസ് ആയിട്ട് മാറുന്നേ ഉള്ളൂ. ഹാസ് ഹി വർക്ക്ഡ്, ഹാസ് ഷീ വർക്ക്ഡ്, ഹാസ് ഇറ്റ് വർക്ക്ഡ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്ട്രക്ചർ.